ശോഭയേറുമോർ നാടുണ്ടത് കാണമേ ദൂരവിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ ശോഭയേറുമോർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും മഞ്ഞേറിയ തീരത്ത് വേഗം ചേർന്നിടും മഞ്ഞേറിയ തീരത്ത് കർത്താവിന്റെ മഹത്വം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജെയ്സൺ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷ ആരംഭിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. പ്രിയ അജുനാഥന്റെ ദേഹവിയോഗമുള്ള ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിലായിരിക്കുകയാണ്. ഭവനത്തിലെ ശുശ്രൂഷകളെല്ലാം ഏറ്റവും നന്നായി നടത്തപ്പെടുവാൻ കർത്താവ് കൃപചെയ്തനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, തന്റെ യാത്രയുടെ അവസാന സമയങ്ങളിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. സിമിട്രി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും ധന്യമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, കുടുംബം, കുഞ്ഞുങ്ങൾ, മറ്റ് ബന്ധുമിത്രാദികൾ, സഭാജനങ്ങൾ, ചർച്ചക്കാർ, സഹപ്രവർത്തകർ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ ഒത്തിരി പരിധികളുണ്ട്. എന്നാൽ ദൈവിക ആശ്വാസങ്ങൾ സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിനെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷ നിർവഹിക്കാൻ കർത്താവരെ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ സഹായിച്ചു വഴി നടത്തുന്നതിനായി സ്തോത്രം. അങ്ങ് തന്നെ ആശ്വസിപ്പിക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഭവനത്തിലെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ടതിലെ നടക്കാൻ കർത്താവ് സഹായിക്കുന്നു. അവിടെയുള്ള ശുശ്രൂഷകൾക്ക് ശേഷം അജിയുടെ ഭൗതിക ശരീരവുമായി മോർച്ചറിയിൽ സെമിനാറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി എത്തിച്ചേരുവാനുള്ള പ്രിയപ്പെട്ടവർ എത്തിച്ചേരട്ടെ. അനുഗ്രഹീതരായ കർത്തദാസന്മാരോടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ജോർജ് പാസ്റ്ററാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. അതിനായി കർത്തദാസൻ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ
അനുഗ്രഹീതമായ ഒരു യാത്രയിപ്പ് നാം നൽകാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 42 വർഷക്കാലം അജി ലോകത്ത് ജീവിച്ചു. അവൻ ജീവിതത്തിൽ ഏറ്റവും യേശുവിനെ കണ്ടുമുട്ടി. നല്ലൊരു കുടുംബം അവൻ നയിച്ചു. ഒരപ്പനും അമ്മയ്ക്ക് സഹോദരിക്കും മാതൃകളുടരായി അവരെല്ലാ കാര്യങ്ങൾക്കും ക്ഷേമത്തോടെ എല്ലാം അന്വേഷിക്കുവാനിടയായി തീർന്നു. യാദൃച്ഛിക കഴിഞ്ഞ പകൽക്കാലം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതിൻ്റെ പുറമേയുള്ള മൺകൂടാരത്തിനുള്ളിൽ കടന്നു വന്നിരിക്കുന്നു. നമ്മളൊക്കെ തകർന്ന മനസ്സിൻ്റെ ഉടമകളാണ്. ഞങ്ങളും പാസ്റ്റർമാരാണ്, ഞങ്ങളും വളരെ അടുപ്പമുള്ളവരാണ്. നിങ്ങളെപ്പോലെ അല്ലെങ്കിലും ഞങ്ങളുടെ ഈ സമയത്തെ വളരെ കലങ്ങിയിരിക്കുകയാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുള്ളത് ഈ അജിബദർ കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റു വരും. അധികം വിദൂരമല്ല സമയം സമാഗതമായിരിക്കുന്നു. ഭാര്യ തകർന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എങ്ങനെ കുഞ്ഞുങ്ങളെ പരിപാലിക്കും? പ്രൈസ് ദി ലോർഡ്. സഹോദരി, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറമായി ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകും. മനുഷ്യ വാക്കുകളേക്കാൾ അപ്പുറമായി ദൈവം നിങ്ങൾക്ക് ധൈര്യം, പ്രത്യാശ നൽകട്ടെ. എന്റെ ജീവിതത്തിൽ ഇത് വന്നോ എന്നൊരു ചോദ്യം ഉണ്ടാകരുത്. എല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായിരിക്കുകയാണ്. നമ്മുടെ പ്രിയ അജിബറെ നമുക്ക് ഒരുമിച്ച് കാണാം. ഈ ശരീരത്തോടെ എല്ലാ തേജസ്സുള്ള ശരീരത്തോടെ നമുക്ക് കാണാം. ഇപ്പോഴേ നാം എല്ലാവരും ദ്രവത്വമുള്ള ശരീരമാണ്. അദ്രവത്വം പ്രാപിക്കും. നാം എല്ലാവരും അപമാനമുള്ള ശരീരമാണ്. അത് തേജസ്സുള്ള ശരീരമായി പ്രാപിക്കും. നാം എല്ലാവരും ബലഹീന ശരീരമാണ്. അത് ശക്തിയാൽ പ്രാകൃത ശരീരമാണ്. നമ്മളെല്ലാവരും ആത്മീയ ശരീരം പ്രാപിക്കും. ക്ഷയമുള്ള ശരീരമാണ്, അക്ഷയമായ ശരീരമായി മാറും. മൺമയമായ ശരീരമാണ്, അത് സ്വർഗീയമായ ശരീരമാകും. നമ്മുടെ ശരീരം മർത്യ ശരീരമാണ്, അമർത്യമായ ഒരു ശരീരം ഉണ്ടാകും. നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ കാഹളനാദത്തിങ്കലെ നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ ചില വേദഭാഗം ദൈവദാസന്മാർ മാറി മാറി വായിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം മുതൽ 58-ാമത്തെ വാക്യം വരെയും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ അവസാന വാക്യം വരെയും അവസാനമായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെയും ഇത് ശുശ്രൂഷ എന്നവണ്ണം ദൈവദാസന്മാർ വായിക്കുക. സഹോദരന്മാരെ, മാംസരക്തമെതിരായിട്ട് അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം ദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തങ്ങൾ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമമുള്ളോ എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? വായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന് പ്രത്യക്ഷവരെ ജീവനോട് ശേഷിക്കരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു.
ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ യെരൂശലേം എന്നാൽ വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥലിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞതുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. 8ാമത്തെ വാക്യം അത് പാപികൾക്കുള്ളതായ സംഭവങ്ങളാണ്. അവിടുത്തെ ഭീരുക്കളെ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പർ, ശുദ്രക്കാർ, ബിംബാര എന്നിവർ ഭോഷ്ക് പറയുന്നവർക്കുള്ള ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്യരത്രേ. ഇന്ന് പകൽക്കാലം നാം അതിപൂർണ്ണ യാത്രയിൽ കൊടുക്കുകയാണ് നിത്യത്തിലേക്ക്. സുരക്ഷിത സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അവസരമാണ്, അല്ലെങ്കിൽ ഭീമമായ നഷ്ടമായിരിക്കും. നമ്മുടെ കർത്താവ് വരാറായി, ഒരുങ്ങാം. ഇപ്പോൾ പൗലോസ് ഭാഷ പ്രാർത്ഥിക്കും. കർത്താവേ, സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആമേൻ. നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരന്റെ ദേഹവിയോഗത്താൽ ദുഃഖത്തിലായിരിക്കുന്നവരുടെ ഹൃദയങ്ങൾക്ക് ദൈവ ആശ്വാസവും സമാധാനവും നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ ശുശ്രൂഷകള് വലിയ പ്രത്യാശ നിർഭരമായി ഞങ്ങളുടെ ദാസന്മാരെ ദൈവം ഏർപ്പെടുത്തിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്താലും അങ്ങയുടെ ശുദ്ധത്താലും അവരുടെ ഹൃദയങ്ങളെ ദൈവം ആശ്വസിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒടുവിലെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾക്ക് ശ്രമത്തേക്ക് വരുവാൻ കർത്താവ് ചെയ്തത് ദൈവവചനത്താൽ ആശ്വാസം ദൈവം നൽകുന്നത് കൊണ്ട് സ്തോത്രം. ഒടുവിലെ ശുശ്രൂഷയും ഏറ്റവും പ്രത്യാശ നിർഭരമായിരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ജനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനയും അവരുടെ ആ മനസ്സിൻ്റെ ഭാരവും അത് അളക്കുവാൻ അപ്പുറമാണ്. എന്നാൽ സ്വർഗീയ പ്രത്യാശയും ധൈര്യവും അവർക്ക് കർത്താവ് നൽകണം. പ്രിയ സുശ്രയും കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ഞങ്ങളുടെ വാക്കുകൾ അതിന് പരിമിതിയുണ്ട്. എന്നാൽ എല്ലാ പരിമിതികളെയും മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ആ പ്രിയപ്പെട്ട സുശ്രമ ദൈവം പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നദി പോലെ ഒഴുകുന്ന ദൈവിക സമാധാനം കർത്താവ് നൽകണമേ. സഹോദരി ആൻസിക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭാജനങ്ങൾക്കായിട്ട് ദൈവത്തിന്, സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണത്തിനപ്പുറമുള്ള മരണാന്ത ജീവിതത്തെക്കുറിച്ച് ഇതുവരെ അറിയാത്തവരോ കേൾക്കാത്തവരോ വിശ്വസിക്കാത്തവരോ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നില്ല. ഈ ശുശ്രൂഷയിലൂടെ അവരും ഈ പ്രത്യാശ കരകതമാക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും എന്ന തിരുവെഴുത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ കാലത്തിന്റെ മുമ്പിൽ ആമെ പുത്തൻ ശരീരമായി ഉയർക്കുന്ന ആ ദിവസം പ്രത്യാശകൾ കാണാം എന്നുള്ള വലിയ നിറഞ്ഞ പ്രത്യാശയോടെ ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങൾ ഇവിടെ പറയുന്നു. നിറഞ്ഞ സാന്നിധ്യവും സമാധാനം നൽകി അനുഗ്രഹിക്കണം. എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. അത്യാവശ്യം ചുമ്മനം കൊടുക്കാനുള്ളവരെ വളരെ ശാന്തമായിട്ട് സമയം വിട്ടുപോകാതെ അന്തിമ ചുമ്മൻ പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ടത് മാത്രം. യെരൂശലേമിൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങോഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങോഴിയും. പാരിൽ പാർക്കും അൽപായുസീ, ഭാരങ്ങളധികം വേണ്ടേ. കാരിരുമ്പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും.
താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ ശോഭയേറുമോർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും മഞ്ഞേറിയ തീരത്ത് വേഗം ചേർന്നിടും മഞ്ഞേറിയ തീരത്ത്. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങോഴി താമസമാണെങ്കിൽ നാം എല്ലാവരും ഈ വഴിയായി പോകും. തന്റെ വരവ് വേഗത്തിലാണെങ്കിൽ നാം ഒരു കല്ലറ കൂടാതെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ രൂപാന്തരപ്പെടും. അജിയെ നമ്മളിപ്പോൾ ഈ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അവസാനിക്കുന്നല്ല, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. ആ കാഹളനാദം കേൾക്കുമ്പോൾ തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് പ്രത്യാശയോടെ അജിയോട് ഞങ്ങൾ തൽക്കാലം വിട പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നു ആകസ്മികമായ ഒരു മരണം തന്നെ തേടി ഞങ്ങളെല്ലാം ആ വേദനയിലാക്കി. തകർന്ന മനസ്സിന്റെ ഉടമകളെ, പിതാവേ, മാതാവേ, സഹോദരി, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങളെ, കർത്താവേ, പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ. എന്നെ വിശ്വസിപ്പീൻ. നിന്റെ വചനപ്രകാരം ആശ്വസിപ്പിക്കണമേ. ഇവിടെ കടന്നു വന്നവരെയും അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഓടിയവർ, അധ്വാനിച്ചവർ, പ്രയത്നിച്ചവരെയൊക്കെ ഓർക്കുന്നു. അവരെയൊക്കെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വന്തം നാട് ഇവിടെ അല്ല. ഞങ്ങൾ വഴിപോക്കരാണ്, താൽക്കാലികം ജീവിക്കുന്നവരാണ്, അന്യരാണ്, പരദേശികളാണ്. എന്നാൽ ഞങ്ങളുടെ നാട് ഏറ്റവും അടുത്തിരിക്കിയാൽ ഞങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ശബ്ദം കേൾക്കുമ്പോൾ 1000 വിശുദ്ധാലും ഉയർക്കുന്ന കൂട്ടത്തിൽ അജിയും തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റുള്ള പ്രത്യാശയോടെ ഞങ്ങൾ തൽക്കാലം വിട പറയുന്നു. നീ പോയിക്കൊള്ളുക, വിശ്രമിക്കുക. കലാവസാനത്തിങ്കൽ
ഓഹരി പ്രായിപ്പാൻ എഴുന്നേറ്റ് വരും. മർത്യരെ പൊടിയിലേക്ക് ചേർക്കുമാറാക്കയും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീന്ന കാഹളവാദത്തിലെ 1000 വിശുദ്ധമായ കൂട്ടത്തിലെ പ്രിയമോനെ അജിയെ നീ ഉയർത്തെഴുന്നേറ്റ് വരിക. നീ പൊയ്ക്കൊള്ളുക. നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് ചേർക്കപ്പെടണമെന്ന് നിന്റെ വചനപ്രകാരം ദാസന്മാരെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമത്തിൽ ഈ പൊടിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ കാര്യങ്ങളിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയ പിരിയാമെന്ന യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയ പിരിയാമെന്ന യുഗകാലം വരെയും പിരിയാമെന്ന യുഗകാലം വരെയും മകൾ സ്നേഹം പരലോകപിതാപുത്രൻ മകനെ കുരിശിൽ കൈവെടിഞ്ഞു. കഴിഞ്ഞ സന്ധ്യ മുതല് നെല്ലിക്കുന്നിലെ പാസ് സഹോദരന്മാര് പ്രിയപ്പെട്ടവരെ ഈ കാര്യത്തുള്ള ബന്ധത്തിൽ ഒരുപാട് അധ്വാനിക്കാനും ഓടുവാനും ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുവാൻ സഹായിച്ചു. ദൈവരെ സഹായിക്കട്ടെ. പാഷ ഷാജിമോൻ പാഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളവിടുത്തെ പരിശുദ്ധ നാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ആമീൻ. അങ്ങമർത്തിനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്ന ദൈവമാണ്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്ന കർത്താവാണ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ അവൻ തൻ്റെ ഓട്ടം തികച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അവൻ്റെ മരണവിധം സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വേദനയും ഭാരമുണ്ട്. വേർപാട് ദുഃഖം ഉളവാക്കുന്നതാണെങ്കിൽ അങ്ങയുടെ വചനത്തിലൂടെ ഇവിടുത്തെ നല്ല ആത്മാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായി തൻ്റെ നല്ല ഓർമ്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു നല്ല മകനായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല പിതാവായി, സമൂഹത്തിൽ ഉത്തമ പൗരനായി, സഭയിൽ മാതൃകയുള്ളൊരു വിശ്വാസം കർത്താവെ, ഒരു പുരുഷായുസ് മുഴുവൻ തികയ്ക്കേണ്ട തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് തൻ്റെ ആയുസ്സിൻ്റെ മധ്യേ വിളിച്ചു ചേർക്കാൻ അങ്ങേക്ക് പ്രസാദമായിരുന്നു. പ്രിയ വർഗീസ്യാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ആൻറ്റിയെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. രമ്യയുടെ ഹൃദയത്തെ ദൈവം ആശ്വസിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുന്നു. അവരുടെ വേണ്ടപ്പെട്ടവർ ബന്ധുമിത്രായി ചാർച്ചക്കാർ, പ്രത്യേകിച്ച് നെല്ലിക്കുന്ന സഭ, ദൈവമേ, ഞങ്ങളുടെ മുറിവുകളെ അങ്ങ് കെട്ടുന്നതിനായി ഞങ്ങളുടെ വിടവുകളെ അങ്ങ് നന്നാക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നൊരു ദിവസം ഉള്ളതിനായി അങ്ങ് വേഗം വരുന്നതിനായി ഞങ്ങൾ അന്വേഷിച്ചു. രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത ഒരു നല്ല നാട് ഞങ്ങൾക്കുള്ളതിനായി ആമേൻ. കർത്താവേ, അങ്ങ് വേഗം വരണമേ, അങ്ങ് വേഗം വരണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ഇടവിലപ്പെട്ട ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയത് കൊണ്ട് ശുശ്രൂഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കർത്തൃത്യന്മാർക്കായി ഇതിൽ സംബന്ധിച്ച എല്ലാ സഭാവിശ്വാസികൾ, ബന്ധുമിത്രായി ചാർച്ചക്കാർ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ കർത്താവേ, അജി പോയ ആ നിത്യതയിലേക്ക് ഇതുവരെയും പ്രവേശിക്കാത്തവരായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നതിന് ദൈവം അവരെ ഒരുക്കണമേ. ആര് കൈവിടപ്പെട്ടു പോകാതെ അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ ഇവരെയും സഹായിക്കും. ശുശ്രൂഷയിത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാലാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്കു പറഞ്ഞ കർത്താവ്
വാക്കുമാറാത്ത നല്ല ദൈവമായി ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഇപ്പോൾ പിരിയട്ടെ. ആമേൻ. ആ പുനരുത്ഥാന പ്രത്യാശയിൽ ഞങ്ങൾ ഇപ്പോൾ വിട പറയട്ടെ. തിരുകൃപയിൽ ഞങ്ങളെ മടങ്ങി അവിടുന്ന് വേഗം വരുന്നത് കൊണ്ട് സ്തോത്രം. ദിവ്യസമാധാനം നൽകി ഞങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതൃ പരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായി നിൽക്കാം. നാം ഓർത്ത് പ്രാർത്ഥിച്ച ആ സമസ്ത വിഷയം, വേദനയിൽ കഴിയുന്ന വാത്സല്യ കുടുംബത്തോട് തലമുണക്കി ഏവരോട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങിവരവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിൻ്റെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സഭയുടെ സെക്രട്ടറി ചില കാര്യങ്ങൾ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ സഭയിൽ അജിയുടെ വേർപാടിൽ നല്ലൊരു യാത്രയപ്പ് അയപ്പാൻ കടന്നു വന്ന സഭാജനങ്ങൾ, മറ്റ് സഭാ ശുശ്രൂഷകന്മാർ, സെൻട്രൽ പാസ്റ്റർമാർ, അതുപോലെ തന്നെ സഭയിലും ഭവനത്തിലും അതുപോലെ സെമിത്തേരിയിലും ശുശ്രൂഷക ദേവാസന്മാർ എല്ലാവരോടുള്ള നന്ദിയെ സഭയുടെ അറിയിക്കുന്നു.